യെസ്, വെൽക്കം ടു ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി. വെൽക്കം ടു ന്യൂ വീഡിയോ. പല ആൾക്കാർക്കും ഒരു ഡൗട്ട് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ തലയുടെ പിറകുവശമാണല്ലോ ഡോണർ ഏരിയ FUV ചെയ്യുമ്പോൾ ഓരോ ഗ്രാഫ്റ്റുകളായിട്ട് പ്ലക്ക് ചെയ്തെടുക്കും, ശരിയല്ലേ? FUT ആണെങ്കിൽ നമ്മളൊരു സ്കിന്ന് കട്ട് ചെയ്തെടുത്ത് അവിടെ സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ എന്തായാലും ആ ഒരു ലൈനും ഒരു മാർക്ക് കാണാൻ പറ്റും FUTയിലും. FUEൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഡോണർ ഏരിയ ഒരു 3000-4000 ഗ്രാഫ്റ്റ് എടുത്ത് വിചാരിക്കാം. ഗ്രാഫ്റ്റ് എടുത്ത ഏരിയ ഓരോന്നായിട്ട് ഇങ്ങനെ പ്ലക്ക് ചെയ്തെടുക്കുന്നതാണ് ഒരു മെഷീൻ ഉപയോഗിച്ചിട്ട്. അറിയാമല്ലോ, പഞ്ചിങ് എക്സ്ട്രാക്ഷൻ എന്നൊക്കെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും, അറിയാം. അപ്പം ഇതെന്ത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഹെയർ ഭാവിയിൽ നമ്മൾ ട്രിം ചെയ്യുന്നു. നമ്മളിപ്പോൾ ട്രിമ്മറിൽ ഒന്നും താഴെ വെച്ച് ട്രിം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഏരിയ വൈറ്റ് ഡോട്ടായിട്ട് കാണാൻ പറ്റും. നിങ്ങൾ ഏത് മെത്തേഡിൽ എടുത്താലും, എത്ര ചെറിയ പഞ്ച് ഉപയോഗിച്ചെടുത്താലും ഇത് കാണും. ഇത് കാണില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് കള്ളത്തരമാണ്. ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. ഇത് കാണാൻ പറ്റും. ഇത് നമ്മൾക്ക് എങ്ങനെ കാണാതാക്കാം? എസ്പെഷ്യലി നമ്മളെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അല്ല അതേപോലെ ആർമി പേഴ്സൺസ്, അതേപോലെ യങ്സ്റ്റേഴ്സ്, ഈ ഫുട്ബോളെല്ലാം കളിക്കുന്ന അവർ പല ഹെയർ കട്ട് ചെയ്യണം. അപ്പോൾ അവർ കഷണ്ടി ട്രാൻസ്പ്ലാന്റ് ചെയ്തും എന്നിട്ട് എനിക്ക് ഇത് വെട്ടാൻ പറ്റുന്നില്ല, ട്രിം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിഷം പല ആൾക്കാർക്കും ഉണ്ട്. അത് എങ്ങനെ നമ്മൾ അവോയ്ഡ് ചെയ്യാം? ഞാൻ പഴയ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു പ്രൂഫായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. ഇത് വിത്ത് പ്രൂഫാണ്. ഓക്കെ, ഡോണർ ഏരിയയ്ക്ക് നമുക്ക് സ്കാൽപ്പ് മൈക്രോ പിഗ്മെൻറ്റ് SMP ചെയ്യുക. SMP എന്ന് പറഞ്ഞാൽ ഒരു ഇങ്കാണ്. ആ സംഭവം നമ്മൾ വളരെ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ട് ഇതിന് ഓരോ ഡോട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത് നോൺ സർജിക്കൽ ആട്ടോ, ഇത് സർജറി അല്ല. അനസ്തീഷ്യ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഒരു നംനെസ് ക്രീം, അതായത് നമ്മൾ സ്കിൻ തരിപ്പിക്കുന്ന ക്രീം തേച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് 3 സെക്ഷൻ ചെയ്താലാണ് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുക. സെക്ഷൻ്റെ ഡിഫറൻസ് നിങ്ങളുടെ ഏരിയ നോക്കി ഡോക്ടേഴ്സ് പറഞ്ഞുതരും. യൂഷ്വലി ഒരു സെക്ഷൻ ചെയ്യും, ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും സെക്കൻഡ് സെക്ഷൻ ചെയ്യും. ഫസ്റ്റ് സെക്ഷൻ ചെയ്തപ്പോൾ നമ്മൾ ബോഡി ഇതിന് അബ്സോർബ് ചെയ്യും. അപ്പോൾ കുറച്ചുകൂടി 10 ദിവസം കഴിഞ്ഞ് ഹെഡ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഗ്യാപ്പ് പോലെ ഉണ്ടാവും. വീണ്ടും ഒന്നുകൂടി ചെയ്യും അതേ ഏരിയക്ക്. അപ്പോൾ കുറച്ചുകൂടി കൂടുതൽ ഭംഗി വരും. 3rd സിറ്റിംഗ് കഴിയുമ്പോഴാണ് ഇതിന് അത്രയും പക്ക റിസൾട്ട്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് ഒരു ഫോട്ടോ കാണിക്കാം. ഇതാണ് അദ്ദേഹത്തിൻ്റെ ബിഫോർ ഫോട്ടോ. നോക്കിയേ, ഡോണർ ഏരിയയിൽ നല്ല രീതിയിൽ എടുത്ത ഒരു പാടുണ്ട്, ട്രിം ചെയ്ത പാട്. അപ്പോൾ ഇത് എങ്ങനെ മായ്ച്ചു എന്നുള്ളത് ജസ്റ്റ് ആ ചെയ്ത ഇമീഡിയറ്റ് ഫസ്റ്റ് സെക്ഷൻ ചെയ്ത ഇമീഡിയറ്റ് എടുത്ത ഒരു സ്മോൾ വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം. നോക്കി, അതായത് ബിഫോറും ഉണ്ട് ആഫ്റ്ററും ഉണ്ട്. സീ ദിസ്, ഒരു ട്രിമ്മും ചെയ്ത് സെയിം ട്രിമ്മിങ് ആണ്, സെയിം കണ്ടീഷനാണ്. ഇതാണ് SMP ചെയ്ത ബെനിഫിറ്റ്. ഇനിയിപ്പോൾ ഇദ്ദേഹം ട്രിം ചെയ്താലും ഈ ഏരിയ ആ കറുത്ത ഡോട്ടുകൾ കൊണ്ട് ഫില്ലായതുകൊണ്ട് മുടിയുള്ള ഒരു ഫീലിംഗ് വരും, അറിയുക പോലുമില്ല. ഇനി പറ്റിയാലോ 0 ട്രിം ചെയ്താലും ഒരിക്കലും അറിയില്ല. ഇത് ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞതോളും 3 സെക്ഷൻ കഴിഞ്ഞും ഇതിന് അടിപൊളി റിസൾട്ട്സ് വരും. സോ ഇതൊരു ഓപ്ഷനാണ് കേട്ടോ, എസ്പെഷ്യലി നമ്മളുടെ ഡോണർ ഏരിയയ്ക്ക്. അതേപോലെ ട്രാൻസ്പ്ലാന്റ് ഏരിയയ്ക്കും ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഡെൻസിറ്റി കുറവാണ്, നിങ്ങൾക്ക് ഡോണർ ഏരിയ കുറവാകുമ്പോൾ നമ്മൾ വെക്കുന്ന ഏരിയ കുറച്ച് ഗ്യാപ്പിൽ വെക്കുമല്ലോ, അങ്ങനത്തെ വ്യക്തികൾക്ക് SMP ചെയ്യാം. ഫുള്ള് ഹെഡും ചെയ്യാം, ഡോണർ ഏരിയക്ക് മാത്രം ചെയ്യാം. ഡോണർ ഏരിയക്ക് മാത്രം ചെയ്യുമ്പോൾ പ്രൈസ് കുറവാണ്, ഫുൾ ഹെഡും ചെയ്യും പ്രൈസ് കൂടുതലായിരിക്കും. അപ്പോൾ ഡോണർ ഏരിയക്ക് മാത്രം, എസ്പെഷ്യലി ട്രാൻസ്പ്ലാന്റ് ചെയ്ത പല ആൾക്കാർ ഈ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടാവാം, നിങ്ങൾക്ക് ഇത് ആലോചിക്കാവുന്നതാണ്. ഇത് കൊച്ചിയിലും ട്രിവാൻഡ്രത്തും കോഴിക്കോട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചുണ്ട്, കാരണം ഇത് നല്ലതാണ്, വലിയ മോശമുള്ള കാര്യമല്ല. അപ്പം ഞാൻ ഡോണറേക്ക് ഞാൻ ഡോണറേക്ക് ചെയ്തില്ല, ജസ്റ്റ് ഒരു സിറ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഫോളോ ചെയ്തില്ല. എനിക്കിത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ട്രിം ചെയ്യാറൊന്നുമില്ല. ഞാൻ ഡോണർ ഏരിയ ഇങ്ങനത്തെ വളർത്തുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ പ്രോബ്ലം ഇല്ല. എസ്പെഷ്യലി ഡോണർ ഏരിയ ട്രിം ചെയ്യുന്നവർക്ക് അത് പക്ക ചെയ്യണം കേട്ടോ. പക്ക ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിന് ഫിനിഷിങ് വരുള്ളൂ. അല്ലാതെ സ്പ്രെഡ് ആവുന്ന ഈ ഇങ്ക് ഗ്രീനിഷ് കളറൊന്നും വരാൻ പാടില്ല. ലോക്കൽ ഇങ്ക്സ് മാർക്കറ്റിൽ വരുന്നുണ്ട്. അത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇങ്ക്സ് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്താൽ മാത്രമേ അതിന് റിസൾട്ട് ഭംഗിയിൽ വരുള്ളൂ. സോ ഇത് നല്ലൊരു ഓപ്ഷനാണ്. എസ്പെഷ്യലി ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാരിനേക്കാൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആൾക്കാർക്കാണ് ഇത് ഇമ്പോർട്ടൻറ്റ്. ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് പിന്നെ ഡൗട്ട് ഉണ്ടാവും, ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് എത്ര ദിവസം കഴിഞ്ഞ് ചെയ്യുക? ആക്ച്വലി 8 months കഴിഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ഡോണറും ബാക്കിയെല്ലാം വളർന്ന ശേഷം ഇത് ചെയ്യുന്നതായിരിക്കും നല്ലത്. ചെയ്യുന്നതിന് ഒരു 3 സെക്ഷനായിട്ട് ചെയ്യണം. ഫസ്റ്റ് സെഷൻ ഒരു 1 week, സെക്കൻഡ് സെഷൻ 1 month കഴിഞ്ഞായിരിക്കും 3rd സെഷൻ തോന്നുന്നുണ്ട്. അത് അതിൻ്റെ ടൈമിംഗ് നോക്കി നിങ്ങൾ ചെയ്യുക, ഡോക്ടേഴ്സ് ഇത് ചെയ്തിട്ട് ചെയ്യാം. ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഓരോ ആൾക്കാരുടെ ഏരിയ അനുസരിച്ചിട്ടാണ്. ഒരിക്കലും ഇതിന് ഗ്രാഫ്റ്റിൻ്റെ പ്രൈസ് അങ്ങനെയൊന്നുമില്ല. ഓരോ ആൾക്കാർ എത്ര ഏരിയ ചെയ്യാനുണ്ട് അതനുസരിച്ചിട്ടാണ് പ്രൈസിങ് വരുന്നത്. കാരണം ലോങ് പ്രോസസ്സാണ്. ഒരു ദിവസം തന്നെ വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇഞ്ചക്ഷൻ ഇതൊന്നും കുത്തേണ്ട ആവശ്യം വരുന്നില്ല, ജസ്റ്റ് കിടന്നു കൊടുത്താൽ മതി. സോ ഇതൊരു ഓപ്ഷനിലാണ്, വേണം നോക്കി ട്രൈ ചെയ്തോളും, നല്ലതാണ്. ഓക്കെ, ഈ വീഡിയോനെ കുറിച്ച് നിങ്ങൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഹെയർ ട്രാം സഫാരി എന്ന ചാനൽ ഒരുപാട് വീഡിയോസ്, ഞാൻ മൺസൂൺ സീരീസ് റണ്ണിങ് ആണ്, 100 റിസൾട്ട്സാണ് ഞാൻ ഷോ ചെയ്യുന്നത്.
പണ്ടൊരു ഫ്രീഡം സീരീസ് ഉണ്ടായിരുന്നു. മൺസൂൺ സീരീസിൽ ഫ്രീഡംസിനെ കടത്തി വിടുന്ന റിസൾട്ട്സാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ വിതൗട്ട് ഹെയർ ട്രാൻസ്പ്ലാന്റ് മെഡിസിൻസ് കൊണ്ടും ട്രീറ്റ്മെൻറ്റ് കൊണ്ടും തലയിൽ മുടി വരിക എന്ന് തെളിയിക്കുന്ന ഒരു സീരീസ് റണ്ണിംഗ് ആണ്. സെലിബ്രിറ്റീൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് റിയാക്ഷൻ ചെയ്യുന്ന ഒരു സീരീസ് ഉണ്ട്. അതേപോലെ ഇൻഫോർമേറ്റീവ് സീരീസും റണ്ണിംഗ് ആണ്. സോ ഡിഫറെൻറ്റ് വീഡിയോസ് വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺ, കീപ് വാച്ചിങ് ഹെയർ ട്രാൻസ്ഫർ. നിങ്ങൾ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക് യു വെരി മച്ച്. ബൈ.